നവകേരള സദസ്സിലെ പരാതികൾ നല്ലൊരു ശതമാനവും പരിഹാരം ഇല്ലാതിരിക്കെയാണ്. നവകേരള സദസ്സിനു വേണ്ടി എത്ര പണം ചെലവാക്കിയെന്നതിനും കണക്കില്ലാത്ത അവസ്ഥയാണ്. ഇതിനിടെയാണ് നവകേരള സദസ്സു കാരണം ഒരു സർക്കാർ സ്ഥാപനം മൊത്തത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലുള്ള കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് ആണ് ജീവനക്കാർക്കു ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ വലയുന്നത്. നവകേരള സദസ്സിനായി പോസ്റ്ററുകളും ബ്രോഷറുകളും മുഖ്യമന്ത്രിയുടെ കത്തും അച്ചടിച്ച വകയിൽ കിട്ടാനുള്ള 11 കോടിയിലേറെ രൂപ കിട്ടാത്തതാണ് സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കിയത്. നവകേരള സദസ്സിന്റെ പ്രചാരണങ്ങൾക്കായി 25 ലക്ഷം പോസ്റ്ററുകൾ, മുഖ്യമന്ത്രി എഴുതിയ കത്തുകൾ, ബ്രോഷറുകൾ എന്നിവയാണ് CAPT അച്ചടിച്ചു നൽകിയത്. ജീവനക്കാർ കൂടുതൽ സമയം ജോലി ചെയ്താണ് നല്ല ഗുണമേന്മയിൽ പറഞ്ഞ സമയത്തു തന്നെ അച്ചടി പൂർത്തിയാക്കിയത്. അച്ചടി ചെലവ് മാത്രം 10 കോടിയിലേറെ രൂപയായി. പ്രചാരണ സാമഗ്രികളെല്ലാം സ്വന്തം ചെലവിൽ ഓരോ ജില്ലയിലും എത്തിച്ചു നൽകുകയും ചെയ്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നവകേരള സദസ്സ് കഴിഞ്ഞു 2 മാസമായെങ്കിലും ഇതുവരെ സർക്കാർ പണം നൽകിയിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ധനകാര്യവകുപ്പ് ക്ലിയറൻസ് നൽകാത്തതെന്നാണ് വിവരം. അതിനിടെ നവകേരള സദസ്സിന് ചെലവാക്കിയ തുക സംബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും കണക്കില്ലെന്നുമാണ് പുറത്തുവരുന്ന വിവരം. 10 മണ്ഡലങ്ങളിൽ പിരിച്ച തുകയുടെയും ചെലവാക്കിയ തുകയുടെയും കണക്കില്ലെന്ന മറുപടിയാണ് വിവരാവകാശ രേഖ പ്രകാരം നോഡൽ ഓഫീസർമാർ നൽകിയത്. 4 നിയോജക മണ്ഡലത്തിൽ പിരിച്ചെടുത്തതിനേക്കാൾ തുക ചെലവഴിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടതുപക്ഷ നേതാക്കളും ഉൾപ്പെട്ട സംഘാടക സമിതിയാണ് നവകേരള സദസ്സിനായി പണം പിരിച്ചത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി, പൊന്നാനി, താനൂർ, തിരൂർ, വള്ളിക്കുന്ന്, വേങ്ങര മണ്ഡലങ്ങളിൽ പിരിച്ചതിന്റെയും ചെലവാക്കിയതിന്റെയും കണക്ക് ലഭ്യമല്ലെന്ന മറുപടിയാണ് നോഡൽ ഓഫീസർമാർ വിവരാവകാശ നിയമപ്രകാരം നൽകിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.